കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോസിൽ വളരെ ക്ലിയറായിട്ട് മീഡിയ പോലും ഈ ലോൺ ആപ്പിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് സംസാരിക്കാൻ വളരെയധികം ബാക്കോട്ട് നിന്ന ഒരു ടൈമിൽ കൃത്യമായി ലോൺ ആപ്പിൻ്റെ കാര്യങ്ങളും അവരുടെ ഒരു ത്രെട്ടനിങ് പാറ്റേണും അത് ഈ ലത എന്ന് പറഞ്ഞ മിസ്സിലേക്ക് എത്തുന്നതും ആൻഡ് ഇന്നലെ ചെയ്ത വീഡിയോനകത്ത് കൃത്യമായി ഞാൻ ഇതിലൊരു പ്രൂഫ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നിതിൻ രാജ് മരണപ്പെടുന്ന ദിവസം ഈ ലത മിസ്സിൻ്റെ ഫോണിലേക്ക് ഈ ലോൺ ആപ്പിൻ്റെ ടീം വിളിച്ച് ത്രെട്ടൻ ചെയ്യുന്നതിൻ്റെ പ്രൂഫ്. ഈ ലോൺ ആപ്പിൻ്റെ നിതിൻ രാജിന് ഇതിന് മുമ്പുണ്ടായ ഒരു ഇഷ്യൂവിൻ്റെയൊക്കെ ഒരു ബേസ് ഞാൻ പറഞ്ഞു വെച്ചിട്ടാണ് ഈ നിതിൻ രാജിൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പോഴും മീഡിയ ചുറ്റിപ്പറ്റി നടന്നത് മൊത്തം ആ കോളേജിൽ നടക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന നിതിൻ രാജ് അടക്കം അനുഭവിച്ചിട്ടുള്ള വലിയ വലിയ വിഷയങ്ങൾ, ജാതി പറഞ്ഞും നിറം പറഞ്ഞും ബോഡി ഷെയ്മിങ്ങും ഒക്കെ ചെയ്യുന്ന റാമിനെ പോലെ നെറികെട്ട കുറേ സ്റ്റാഫുകളുടെ നെറികേടിൻ്റെ കഥ, അതിൽ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയ കുട്ടികൾ, അതിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ജന്മങ്ങൾ, മക്കൾ, ഇവരുടെ കാര്യങ്ങളിലാണ് മീഡിയ മൊത്തം ഫോക്കസ് ചെയ്തത്. അപ്പോഴും എൻ്റെ ഫോക്കസ് പോയിരുന്നത് നിതിൻ രാജിൻ്റെ മരണകാരണം എന്തായിരിക്കാം, ഇതിലെ ദുരൂഹത എന്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലോൺ ആപ്പിൻ്റെ കാര്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാ മീഡിയാസും ഈ ലോൺ ആപ്പിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഇവിടുത്തെ മീഡിയ ചർച്ച ചെയ്യാതെ വിട്ടുപോയ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ മടി കാണിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. മീഡിയ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ചോദിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലിരുന്ന് എനിക്ക് ഇത് ചോദിക്കുന്നത് കൊണ്ട് ഡേഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ബിക്കോസ് എന്നെപ്പോലുള്ളവർ ചോദിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഇതൊന്നും ചോദിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന നിതിൻ രാജിൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസുകൾ നിങ്ങളും കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ മെയിനായിട്ട് വന്ന കാര്യം CCTV ഫുട്ടേജ്, അതായത് പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ മുൻപിലുള്ള CCTV ഫുട്ടേജ്. നിതിൻ രാജ് വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്ന CCTV ഫുട്ടേജ്. എന്തുകൊണ്ട് പ്രിൻസിപ്പളിൻ്റെ ചേംബറിനകത്തുള്ള CCTV ഫുട്ടേജ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല? വൈ? ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പ്രിൻസിപ്പളിൻ്റെ ഒപ്പം ആ റൂമിനകത്ത് നിതിൻ രാജിനെ ഇവർ ചോദ്യം ചെയ്ത സമയത്ത്? അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല, മീഡിയ ചോദിക്കുന്നില്ല. ഇപ്പം എന്താണെങ്കിലും ഇന്ന് മീഡിയ എന്താണോ കവർ ചെയ്തത് അതിൻ്റെ ചെറിയ പോർഷൻ വെച്ചിട്ട് എന്താണെങ്കിലും ലോൺ ആപ്പിൻ്റെ ഒരു സംഗതി കഴിഞ്ഞല്ലോ. ഇനി മെയിനായിട്ടുള്ള 1-2 ചോദ്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇതിന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് ഉത്തരമുണ്ടോയെന്ന് അറിയണം. ഇതിന് പോലീസുകാർ കൃത്യമായൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. റെസ്റ്റ് ഈസ് അപ് ടു യു. എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ വിട്ടുതരികയാണ്. ആൻഡ് ഇന്നലെ എനിക്ക് നിതിൻ രാജിൻ്റെ റിലേറ്റീവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരോ മിസ്ലീഡ് ചെയ്താൽ തോന്നുന്നു. ഞാൻ ചെയ്ത വീഡിയോനകത്ത് ഈ ലോൺ ആപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഈ നിതിൻ രാജിൻ്റെ മരണ വാർത്ത ഞാൻ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ, ഫാമിലിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഐ എം ടെല്ലിങ് യു ഹിയർ, എനിക്കങ്ങനെ ഒരു സൈഡിൽ നിന്നും ഒരു രീതിയിലുള്ള ഓഫറോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഭീഷണികളോ വന്നതുകൊണ്ടല്ല ഞാൻ ലോൺ ആപ്പിൻ്റെ കാര്യം പറഞ്ഞത്. നിതിൻ രാജിൻ്റെ മരണത്തിൽ ഒരു വളരെ വലിയ വൈറ്റൽ ഇൻഫ്ലുവൻസ് ഈ ലോൺ ആപ്പിൻ്റെ ത്രെട്ടനിങ്ങിനുണ്ട്. അത് പൊതുജനം അറിയണം, നിങ്ങളറിയണം, പോലീസ് അതിൽ കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇനി ഞാൻ ചോദിക്കാനും ഇനി എനിക്ക് ആവശ്യമുള്ള ഉത്തരങ്ങളും എൻ്റെ ചോദ്യങ്ങളും എൻ്റെ അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ അത് നിങ്ങളെ കൂടി ഹെൽപ്പ് ചെയ്യും, നിതിൻ രാജിൻ്റെ വീട്ടുകാരെയും കൂടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു വെച്ച് ഇന്ന് മീഡിയ കവർ ചെയ്തതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാനിവിടെ വയ്ക്കാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ, രേഖകൾ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ജീവനക്കാരുടെ മൊഴികളും ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്, വലിയൊരു ശതമാനം ആൾക്കാരുടേതും. ഇനി ചില സഹപാഠികളുടെ മൊഴിയാണ് എടുക്കാൻ വേണ്ടി ഇന്ന് പോലീസ് ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ
ആത്മഹത്യയിലേക്ക് നയിച്ച ഏറ്റവും വലിയ കാരണം എന്താണ് എന്നാണ്, ഇമ്മീഡിയറ്റ് ആയ ആ സമയത്തുണ്ടായിരുന്ന കാരണം എന്താണെന്നാണ്. അതിന് ഉള്ള തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിൻ രാജിനെ വിളിപ്പിക്കുന്നു. ആ വിളിപ്പിക്കാനുള്ള കാരണം നിരന്തരമായി ലതാ ശശിധരൻ എന്ന അധ്യാപികയുടെ നമ്പറിലേക്ക് ലോൺ ആപ്പിൽ നിന്ന് വിളി വരികയും അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും അവരെ വ്യക്തിപരമായി മറ്റ് കളിയാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അത് നിരന്തരം തുടർന്നപ്പോൾ ഒരു നമ്പറിൽ നിന്ന് കഴിയുമ്പോഴേക്കും അടുത്ത നമ്പറിൽ നിന്ന് അങ്ങനെ പല വട്ടം ആകുമ്പോഴേക്കും അവർക്ക് സഹികെട്ടു. അവർ ഈ വിവരം പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു. പ്രിൻസിപ്പൽ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിതിൻ രാജിനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് വ്യക്തമല്ല, അത് പോലീസിന് മാത്രമേ അറിയൂ. ആ മുറിയിൽ വെച്ച് പ്രിൻസിപ്പൽ നിതിൻ രാജിനെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നിതിൻ രാജിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിൽ ഈ ലോൺ ആപ്പിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തത് താനല്ല എന്നായിരുന്നു അതുവരെ നിതിൻ രാജ് പറഞ്ഞത്. പക്ഷേ നിതിൻ രാജിന്റെ ഫോൺ വാങ്ങുകയും അവിടെ വെച്ച് അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ നിതിൻ രാജ് തന്നെയാണ് ലതാ ശശിധരൻ എന്ന അധ്യാപികയുടെ നമ്പർ സേവ് ചെയ്തത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തത് എന്ന് മനസ്സിലായി. അതേ തുടർന്ന് നിതിൻ രാജ് പിടിക്കപ്പെട്ട ഒരു അവസ്ഥയിലുമായി. തുടർന്ന് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷേ അകത്തു നിന്നും പുറത്തേക്ക് വന്ന നിതിൻ രാജ് കണ്ണു തുടച്ചുകൊണ്ടായിരുന്നു വന്നത്. പിന്നീട് ആരെയോ ഒരാളെ നിതിൻ രാജ് ഫോൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ പിന്നീട് കാണുന്നത് നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് താഴെ ചാടി വീണ നിലയിലാണ്. ഓക്കെ, ഇതാണ് ഇന്ന് മീഡിയയിൽ വന്ന ആ ഒരു കുറച്ചധികം പോയിന്റുകൾ. ഈ CCTV ക്യാമറ, ലോൺ ആപ്പ് ആൻഡ് നിതിൻ രാജ് പ്രത്യക്ഷത്തിൽ വളരെയധികം സങ്കടത്തിലായിരുന്നു. ഓബിയസ്ലി ഈ ലതാ മിസ്സിനെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ബഡ്ഡി എന്നാണ് ഇവർ വിളിച്ചിരുന്നത് തമ്മിൽ. ലതാ മിസ്സിൻ്റെ ബഡ്ഡി, നിതിൻ രാജിൻ്റെ ബഡ്ഡി ലതാ മിസ്. അവനൊരു ബഡ്ഡി ബന്ധം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായ രണ്ടുപേരാണ്. അപ്പോൾ തനിക്കെതിരെ മിസ് കേസ് കൊടുത്തു എന്നറിഞ്ഞത് കൊണ്ടും ഇവർ ഈ വിളിച്ചിട്ട് ഇവരുടെ ഒരു മാതിരി ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടാവും ഇതിനകത്ത്, പ്രിൻസിപ്പലിൻ്റെ ചേംബറിനകത്ത്. ആ ചോദ്യം ചെയ്യൽ ഏത് രീതിക്കായിരുന്നു, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, എന്ത് രീതിയിൽ ത്രട്ടൺ ചെയ്തു എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ഈ നിതിൻ രാജ് ചാടിയ ബിൽഡിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ കോളേജിലെ കുട്ടികളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് നോക്കിയാൽ ഇതിലൊരു വിരൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വീഡിയോനകത്ത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിതിൻ രാജ് ചാടി എന്ന് പറയപ്പെടുന്ന ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡ്, അതിൻ്റെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ അറിവിൽ ഈ ഒരു നിതിൻ രാജ് ചാടി എന്ന് പറഞ്ഞ ന്യൂസ് വന്ന സമയത്ത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് ചാടി എന്നുള്ളതാണ് അറിഞ്ഞത്. അതും 4th ഫ്ലോറിൽ നിന്ന് ചാടി എന്നുള്ളൊരു ന്യൂസൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ അവിടെ നിന്ന് തന്നെ കുട്ടികളെടുത്ത് ഈ വീഡിയോ കാണുമ്പോൾ ആ സൺഷെയ്ഡ്, ഞാനിവിടെ സൈഡിൽ വെച്ച ഫോട്ടോനകത്ത് വട്ടിട്ട് വെച്ചിട്ടുണ്ട് ചുവന്ന കളറിൽ, ഈ സൺഷെയ്ഡിൽ നിന്ന് താഴോട്ട് ചാടി എന്നാണ് കുട്ടികൾ പറയുന്നത്. ഓക്കെ, കാരണം ഈ സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക്, ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ വഴിയുണ്ടോയെന്ന് പോലും അവിടെ കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പാടില്ല. ഈ സൺഷെയ്ഡിലേക്ക് എത്താം, പക്ഷെ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ള വഴി തന്നെ ഉണ്ടോ എന്നുള്ളത് അവർക്ക് അവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക ഒരു കുട്ടികൾക്കും അത് വലിയ ഉറപ്പില്ല, അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അതും ഇത്ര ഷോർട്ട് ടൈം കൊണ്ട് 1:30 വരെ നിതിൻ രാജിനെ ബസ്സിൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടവരുണ്ട് അവിടെ. ഓക്കെ, പള്ളി പോകാത്ത കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ടൈം കൊണ്ട് അത്ര ടോപ്പിൽ എത്തുമോ എന്നുള്ളൊരു ചോദ്യം മക്കൾ ചോദിക്കുന്നുണ്ട്. ഇവർ കേട്ടതും അവിടെ കോളേജിലുള്ള അറിവും വെച്ച് ഞാൻ ഈ പ്ലേ ചെയ്യുന്ന വീഡിയോയിൽ അവർ ആ വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ആ സൺഷൈഡിൻ്റെ മുകളിൽ നിന്നായിരിക്കണം നിതിൻ രാജ് താഴോട്ട് ചാടിയത്. ബൈ ദ വേ, നിതിൻ രാജ് താഴോട്ട് ചാടി വീണ് കിടന്ന ആ സ്ഥലത്ത് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. ഇതിനകത്ത് പോലീസുകാരുണ്ട്, അവർ അവിടെ കാര്യങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യാണ്. അത്യാവശ്യം വെട്ടുകല്ല് പോലെ ഉള്ളൊരു സ്ഥലമാണ്, റഫായിട്ടുള്ളൊരു ടെറൈനാണ്. അപ്പോൾ അവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി മേത്തൊക്കെ എന്താണെങ്കിലും നല്ല രീതിയിൽ മുറിവ് പറ്റും. ഓക്കെ, മുഖമൊക്കെ ഇങ്ങനെ ഒരാളെടുത്ത് ചാടുകയാണ്, ഒരു ഫ്ലോറിൽ നിന്ന് എടുത്ത് ചാടുമ്പോൾ ഓക്കെ കാല് കുത്തി വീഴാം. അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഹെഡ് ബാങ്ക് ചെയ്യും, മുഖം ഇടിക്കും, സൈഡ് ഇടിക്കുകയൊക്കെ ചെയ്യും. അത്ര സ്മൂത്തായിട്ടുള്ളൊരു സ്ഥലമാണ്, കോൺക്രീറ്റ് ചെയ്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടിച്ചാലും ഇൻറ്റേർണലി ബ്ലീഡിങ്ങോ കാര്യങ്ങളോ സംഭവിക്കും.
ഇൻറ്റേർണൽ ഫ്രാക്ചേഴ്സ് കൂടും, ഇൻറ്റേർണൽ ബ്ലീഡിങ് കൂടും. അങ്ങനെ ഒരു കാര്യം നമുക്ക് വിചാരിക്കാം. ഇങ്ങനത്തെ റഫ് സർഫസിൽ വീണ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ മുഖവും തലയും കൈയൊക്കെ ഇടിച്ച് മുറിപ്പാടുകളുണ്ടാവും. ഈ പയ്യൻ വീണ സ്ഥലത്ത് ചോര പോലും ലിറ്ററലി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ബ്ലഡ് സ്റ്റെയിൻ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ കണ്ട വിഷ്വലിലെ ഹൈറ്റ്, ഇത് 4th ഫ്ലോർ എന്ന് പറയുമ്പോൾ അത്ര ഭീകരമായ ഹൈറ്റ് ഒന്നും ആയിരിക്കില്ല. ഇത് 4th ഫ്ലോർ ആവാനും ചാൻസ് ഇല്ല. അവർ പറയുന്നത് ആ ഹൈറ്റ് എന്ന് പറയുന്നത് വീണൊരാൾ മരിക്കേണ്ട ഒരു ഹൈറ്റാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചാടി ഒരാൾ മരിക്കേണ്ട ഒരു ഹൈറ്റാണോ എന്നുള്ള ചോദ്യമുണ്ട്. അവിടുന്ന് വീണ് കഴിഞ്ഞാൽ ചാടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി കാണണം. തലയൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും അത്രയും വീണ് ഇമ്പാക്റ്റാണ്. അവിടെ ഇത്രയും എന്താ പറയുക, കല്ല്, നിങ്ങൾ കണ്ടില്ലേ, വെട്ടുകല്ല് പോലത്തെ സ്ഥലമാണ്. അവിടെ വീണ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത്രയും ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അത് ദേഹത്ത് കാണും. ബ്ലഡ് സ്റ്റെയിൻ കാണും. ബ്ലഡ് സ്റ്റെയിനും ഇല്ല. ഈ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കാഷ്വാലിറ്റി, ഇവരുടെ തന്നെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലാണ് ഈ കുട്ടിയെ കയറ്റിയത്. കാഷ്വാലിറ്റിയിൽ പോയ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോയവർ ഈ നിതിൻ രാജിൻ്റെ മുഖത്തോ ദേഹത്തോ ഒരു മുറിവും കണ്ടില്ല. കണ്ണിൻ്റെ ഇവിടെ, പിരികത്തിൻ്റെ ഇവിടേക്ക് ഒരു ചെറിയ കട്ട് മാത്രമാണ് കണ്ടത് എന്നാണ് പറയുന്നത്. ചോര പോലും കുറവായിരുന്നു. കാലിൽ സാരമായ പരിക്കുണ്ട്. ദാറ്റ് ഷോസ് കാലിടിച്ചാണ് വീണത്. 5 ലിറ്റർ ബ്ലഡ് കയറ്റി എന്ന് പറയുന്നുണ്ട്. CPR കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി ലോൺ ആപ്പ് ഞാൻ വിട്ടു. ഇനി എൻ്റെ ചോദ്യം, കാഷ്വാലിറ്റിയിൽ ഈ കുട്ടിയെ ഈ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് ചെയ്തത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡെത്തിൻ്റെ റീസൺ എന്താണ്? ഓക്കെ, ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഇൻറ്റേർണലി വന്ന ഇഞ്ചുറീസ് ഒക്കെ ആയിരിക്കും. അങ്ങനെയാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരാൾക്ക് ദേഹത്ത് പറ്റേണ്ടതായിട്ടുള്ള ഇഞ്ചുറീസ് ആണോ നിതിൻ രാജിൻ്റെ ദേഹത്ത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നിതിൻ രാജിനെ കാഷ്വാലിറ്റിയിൽ കയറി കണ്ട കുട്ടികൾക്ക് സംശയമുണ്ട് സാർ. ഓക്കെ, ഡെഫിനറ്റ്ലി അവർക്ക് അത് സംശയമാണ്. ആ സാഹചര്യത്തിലാണ് നിതിൻ രാജിൻ്റെ ബന്ധു ന്യൂസിന് കൊടുത്തൊരു ബൈറ്റ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ അത്രയ്ക്ക് എന്ന് വെച്ചാൽ വേറെ ആരും ചെയ്യാത്ത ഒരു കാര്യങ്ങളാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് റാമിനെതിരെ ആരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ റാമിന് അത് ഇഷ്ടപ്പെടാതെ മറ്റേതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവും ആ സ്റ്റാഫ് റൂമിൽ. ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അസ്വാഭാവികത ആ സമയത്ത് തോന്നിയിരുന്നു ഇൻകസ്റ്റോടെ കിടക്കുമ്പോൾ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. കാരണം ഒരു വീഴ്ചയിലുണ്ടായ ഒരു അപകടം അവൻ്റെ ഒരു ശരീരത്തിലൊന്നും ഞാൻ കാണുന്നില്ല പരിക്കുകൾ. പിന്നെ ഒരു ഭാഗം മാത്രം ചരിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ശരീരത്തിൽ കുത്തിയ പാടുകളൊക്കെ കാണുന്നുണ്ട്. ഒരു കമ്പി കൊണ്ട് എന്തൊക്കെയോ കുത്തിയ പാടുകളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ എന്നെ തോന്നലുകളാവാം. പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട്, ആകൃതികൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി അവിടെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും സഹായത്തോടു കൂടി പുള്ളിക്കാരൻ ഈ പറയുന്ന റാമെന്ന് പറയുന്ന വ്യക്തി മറ്റാരെങ്കിലും കൊണ്ട് ദേവദനം ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ചെയ്യാൻ വന്നപ്പോൾ ഒരു ഫിസിക്കൽ ഹറാസ്മെന്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ചിലപ്പോൾ പേടിച്ച് ഭയന്ന് ഓടിയതാവാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. യെസ്, നിതിൻ്റെ ബന്ധു ഇപ്പോൾ പറഞ്ഞ സംശയങ്ങൾ തന്നെയാണ് നിതിനെ കാഷ്വാലിറ്റിയിൽ കയറി നിതിനാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കയറി കണ്ടവരും സെയിം ഡൗട്ട്സാണ് എന്നോട് പറഞ്ഞത്. ഈവൻ അവിടെ അവനെ കയറി കണ്ട വേറെ കുറച്ച് പേരും ഇവരോട് സെയിം ഡൗട്ട്സ് തന്നെയാണ് ഷെയർ ചെയ്തത് ഈ കുട്ടികളോട്. ആ ഹൈറ്റിൽ നിന്ന് ചാടി അപകടം സംഭവിച്ച രീതിയിലുള്ള ഇഞ്ചുറീസ് ഒന്നും പുറത്ത് കാണാനില്ല. അകത്തുള്ളത് നമുക്കറിയില്ല, പുറത്ത് പ്രത്യക്ഷത്തിൽ കാണാനില്ല. പിന്നെ അവർ ഈ കൊടുത്തു എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ബ്ലഡ്, CPR, വേറെ എന്തൊക്കെ ചെയ്തു, കാലിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കണ്ടവർ പറയുന്നുണ്ട്. പിന്നെ ഈ പയ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, ഇത് വീട്ടുകാർ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. ബ്ലഡ് ഗ്രൂപ്പ് കോളേജിൽ കൊടുത്തതൊന്ന്, ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ളത് വേറെ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പിന് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കെന്താ അറിയുമോ, ആ വോയിസ് ഒന്നും പുറത്തെടുത്ത് വെക്കാൻ പറ്റില്ല. കുറേ കാര്യത്തിൽ എനിക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയാൻ സെറ്റപ്പ് ആയതുകൊണ്ട് കുറേ വോയിസ് ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ പിള്ളേർക്ക് അത് ബാധിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. ഇപ്പോൾ നിതിൻ രാജിൻ്റെ ബന്ധു തന്നെ പറഞ്ഞല്ലോ അവർക്കൊരു ദുരൂഹത തോന്നുന്നുണ്ട് എന്നുള്ളത്.
ഡെഫിനറ്റ്ലി ആ ദുരൂഹതയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഈ ഹൈറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. നിതിൻ രാജ് വീണു എന്ന് പറയുന്ന ഹൈറ്റ് ഇപ്പം കാണുമ്പോഴേ, ഞാനും ആ വിഷ്വൽ കണ്ടപ്പോഴാണ് എനിക്കും സംശയം തോന്നിയത്, എടാ ഇവിടെ നിന്ന് ചാടിയിട്ടാ, അതും അടിയിൽ കുട്ടികൾ പറയുന്നത് ബ്ലഡ് സ്റ്റെയിൻ പോലും ഇല്ല. ഈ നിതിൻ രാജിൻ്റെ ഒരു പൊട്ടിയ കണ്ണട മാത്രം അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഒരു പൊട്ടിയ കണ്ണട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിതിൻ രാജ് മരിച്ച് ഇത്രയും കോൺട്രവേഴ്സി ഇഷ്യൂ ആയിട്ടും ആ കണ്ണട ആ വീഡിയോ എടുക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കേണ്ട. ആ കണ്ണട പോലും എടുത്തു കൊണ്ടുപോയിട്ട് വീട്ടുകാർക്ക്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് വീട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. ഒരു മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പം അതിൻ്റെ കണ്ണട അവിടെ അവർ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിൽ. അത്ര പോലും അവർക്ക് താല്പര്യമില്ല. നിതിൻ രാജിനോടോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂയോടോ ഇവർക്ക് താല്പര്യമില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് താല്പര്യമില്ല, എന്താണ് ഇവരുടെ ഒരു സ്കീം പരിപാടി. കാരണം ഈ മാനേജ്മെൻറ്റ് ആരാന്ന് ആർക്കും അറിയില്ല. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ആരാന്നുള്ളത് ഒരു മനുഷ്യനറിയില്ല. അങ്ങനെ ഒരു മാനേജ്മെൻറ്റോ ഡയറക്ടറോ ഒന്നും ആർക്കും ഒരു പിടുത്തമില്ല. വർഷങ്ങളായിട്ട് ആർക്കും അറിയില്ല. ഈ നിങ്ങൾ തന്നെ യൂട്യൂബിൽ പോയിട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അനവധി ഇഷ്യൂസ്, ഒരു നേഴ്സിൻ്റെ ആത്മഹത്യ, അതല്ലാതെ അനധികൃതമായിട്ട് ഫീ കളക്ട് ചെയ്യുക, എംപ്ലോയീസിൻ്റെ സ്ട്രൈക്ക്, അങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുമ്പേ ഈ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും കാണാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഡോക്ടർ വിനോദ് മോനി, ഓക്കെ, വിനോദ് മോനിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രിൻസിപ്പാൾ. വിനോദ് മോനി ഇന്ന് മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റ് അത് നമുക്ക് നോക്കാനുണ്ട്. അതിനു മുമ്പ് ഞാൻ അഗെയിൻ പറയുന്നു, ഇത് കുടുംബം വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നിതിൻ രാജിന് കിട്ടിയിട്ടുണ്ടോ? ആൻഡ് നിതിൻ രാജ് മരണപ്പെടുന്നത് ഒരു 3-3:30 കൂടിയിട്ടാണ്. കൺട്രോൾ റൂം എന്നുള്ള പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കുട്ടികൾ പറയുന്നുണ്ട്. അവർ ആ വണ്ടി കണ്ടിട്ടുണ്ട്. അഞ്ചരക്കണ്ടി എന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വണ്ടി ഏകദേശം ഒരു 3:30-4 മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളത്. അതായത് ഡെത്ത് കൺഫേം ചെയ്ത ടൈമിൽ പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ മീഡിയയിൽ എവിടെയും ഞാൻ പറയുന്നത് കേട്ട് ഒരു 6-6:30 കൂടിയിട്ടാണ് പോലീസുകാരവിടെ വന്നേന്നുള്ളത്. അല്ല, 3-3:30 ഡെത്ത് കൺഫേം ആയപ്പോൾ തന്നെ പോലീസുകാരവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒതുക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പോലീസ് അന്വേഷിക്കണം. കാരണം ഈ ഹൈറ്റും വീണ സ്ഥലത്ത് ബ്ലഡ് സ്റ്റെയിൻ കാണാത്തതും ബന്ധുവിനടക്കം ബോഡി കാണുന്ന സമയത്ത് അത് ആ വീഴ്ചയിൽ പറ്റിയൊരു അപകടം സംഭവിച്ചൊരു ബോഡിയായിട്ട് തോന്നാത്തതും, അതും ആ വീണ ടെറൈൻ, ആ സ്ഥലം, നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത നിലമൊന്നുമില്ല, കല്ലും കൂട്ടാണ്. അത് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പരിക്കുണ്ടാവും. ചുമ്മാ ഓടുന്ന വഴിക്ക് വീണാൽ തന്നെ അവിടെ നല്ല പരിക്കുണ്ടാവും. അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പരിക്ക് വേണം, തലയൊക്കെ ഇടിച്ച് നല്ല പരിക്ക് വേണം അവിടെ. അതില്ല, കട്ടില്ല, മേത്തൊന്നും എവിടെയും ഒരു കട്ടോ കാര്യങ്ങളോ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ്. നാളുകളിൽ വീട്ടുകാരും മീഡിയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും അതൊക്കെ ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഈ പ്രിൻസിപ്പൾ, അയാളുടെ കുറച്ച് സംഗതികൾ, അയാൾ ഇതിന് മുമ്പുള്ളൊരു PMS കോളേജിലായിരുന്നു. ഡോക്ടർ വിനോദ് മോനി PMS കോളേജിൽ നിന്ന് വരാനുള്ള സാഹചര്യം സായിബ്രോ ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1-2 ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളവർക്കൊക്കെ ഇയാളെക്കുറിച്ച് അത്ര ബാഡായിട്ടുള്ള ഇമേജൊന്നും ഞാൻ ചോദിച്ചവർക്ക് ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അയാൾ അവിടുന്ന് പോരാനുള്ള കാരണം ഒരു പെർട്ടിക്കുലർ ബാച്ചിലുള്ള കുട്ടികളോട് ഫേവറിസം കാണിച്ചു, ചില കുട്ടികളോട് ഫേവറിറ്റിസം കാണിച്ചു. അത് മാനേജ്മെൻറ്റിനും ബാക്കി ആളുകൾക്കും കുറച്ച് വിഷയമായിരുന്നു. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറേ സ്കീം പരിപാടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നതെന്നുള്ളതാണ്. അതിനെ കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ എത്താനുള്ള ആളുകളുടെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജസ്റ്റ് സർഫസ് ലെവലിൽ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അയാളെക്കുറിച്ച് നല്ലതും ചീത്തയും കേൾക്കുന്നുണ്ട്. എന്തായാലും ആ കോളേജിൽ നിന്ന് പോകുന്നത്, ഇതിന് മുന്നേ വർക്ക് ചെയ്ത കോളേജിൽ നിന്ന് പോകുന്നത് ഇഷ്യൂവിൻ്റെ മുകളിൽ തന്നെയാണ്. ഓക്കെ, അത് എന്ത് തരം ഇഷ്യൂ ആണെന്നുള്ളത് നാളെയൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. അറിഞ്ഞപ്പോൾ പറയാനും പറ്റില്ല, അപ്പോൾ നാളെ പറയാം. എന്നാലും ഇയാളിന്ന് മീഡിയയ്ക്ക് കൊടുത്ത ബൈക്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാണ്ട് ഇയാളോടും മാനേജ്മെൻറ്റിനോടും. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ അജിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന്
മാനേജ്മെൻറ്റിൻ്റെ പ്രോപ്പർ പ്രതിനിധിയെ കാണണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കത് പോരാ, അവർക്ക് അതിൽ മാനേജ്മെൻറ്റ് ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആരെങ്കിലും കാണണം. ആരാണ് ഈ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആൾ? ഇതിൻ്റെ മാനേജ്മെൻ്റ് ആരാ? ഇതൊരു വലിയ ചോദ്യമാണ്. അവിടെ വർഷാവർഷങ്ങളിൽ പഠിച്ചിറങ്ങിയവർ പോലും അഞ്ചരക്കണ്ടി ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിലെ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ, അഞ്ചരക്കണ്ടി BDS ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു മനുഷ്യൻ പോലും അഞ്ചരക്കണ്ടി ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾ, അത് മെയിൻ ആളുകളെയൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഗൂഗിളിലുള്ള ഡാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ M. അബ്ദുൾ ജബ്ബാർ, ഡയറക്ടർ, പ്രിൻസിപ്പൽ, ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് 2018 സമയത്തൊക്കെയാണ് ഇയാളെ പേര് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ചധികം ലീഗൽ ഡോക്യുമെൻസിനകത്തും ഒക്കെ ഇയാളുടെ പേര് ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് കാണുന്നുണ്ടായിരുന്നു. ഈ അബ്ദുൾ ജബ്ബാർ അന്ന് തന്നെ അയാൾക്ക് 2018-19 ചെയർമാനാണെന്നാണ് കാണിക്കുന്നത്. 60 വയസ്സുമുണ്ട്. അപ്പം ആരാണിവർ? എന്താണ് ഈ അഞ്ചരക്കണ്ടി ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ്? ഇവർ ആരുടെ ഇവർ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം ഒരാൾക്ക് പോലും ഇതിൻ്റെ ഓണർഷിപ്പ് ആരെ പേരില്ല. ആരൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ളത്? ഇതിൻ്റെ മെയിൻ ആൾക്കാർ ആരൊക്കെ? കുട്ടികൾ ചോദിക്കൂടെ? ഇനിയെങ്കിലും ചോദിക്കണ്ടേ? കാലം മാറിയില്ലേ? ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്ന സമയത്ത് ഞാനും കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ല. പക്ഷെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുന്നതൊക്കെ പോകുന്നത് പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. ഈ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെയും ഹെഡായിട്ടൊരു ടൈമിൽ കാണിച്ചിരുന്നത് M.A. അബ്ദുൾ ജബ്ബാർ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ആണ്. ഈ അബ്ദുൾ ജബ്ബാറിനെ, M.A. അബ്ദുൾ ജബ്ബാറിനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അയാൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ M. അബ്ദുൾ ജബ്ബാർ എന്ന് തോന്നുന്നു. ഓക്കെ, മേ ബി രണ്ടും സെയിം ആളുകളായിരിക്കും. എന്താണെങ്കിലും ഇത്രയൊക്കെ തന്നെ നമുക്ക് ഈ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അല്ലെങ്കിൽ അഞ്ചരക്കണ്ടി ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുള്ളൂ. കൂടുതലൊന്നും അവൈലബിൾ അല്ല. ബട്ട് വൈ, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രിൻസിപ്പൾ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ മാനേജ്മെൻറ്റിനെ കാണണം എന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കണം. ഓണേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുക്കണം. ഡയറക്ടർ ബോർഡിൽ ആരൊക്കെയെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുക്കണം. കാശ് വാങ്ങുന്നുണ്ടല്ലോ അവരെ. അതിൻ്റെ അന്വേഷണം തുടരുകയാണ്. 6 പേരടങ്ങുന്ന സംഘം. ഇല്ല നടക്കുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പ്ലനേഷൻ കിട്ടണം 5 days. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഷോക്കോസ് നോട്ടീസ്. വിദ്യാർത്ഥികൾ പറയുന്നത് അത് ഞാൻ ആക്ച്വലി അതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നത് December 18-നാണ്. ഓക്കെ, അതിന് മുമ്പാണ് പരാതിയെല്ലാം കൊടുത്തിരുന്നത്. അപ്പോൾ മുമ്പുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. അതിന് പരാതി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ ഞാൻ വന്നതിന് കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇല്ല. കാരണം ഞാൻ വന്ന സമയത്ത് നമ്മളെല്ലാം ഇൻസ്പെക്ഷൻ, ഗോഹാസിൻ്റെ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ, ആ ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജോലികൾ ഇച്ചിരി തിരക്കായിരുന്നു, നല്ല ജോലിയായിരുന്നു. അപ്പോൾ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇല്ല, പരാതിയെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. പരാതി ഉണ്ടോ ഇല്ലേന്ന് പോലും പ്രിൻസിക്ക് അറിയില്ല. അങ്ങനെ പരാതി ഉണ്ടോ? അത് ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ്, വന്നു കഴിഞ്ഞിട്ട് പരാതി ഉണ്ട് സാർ, ഒരു ഓഡിയോ നിതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ, നിതിൻ തിരിച്ച് ഈ റാമിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു ഓഡിയോ. ആ ടൈമിൽ നിതിൻ തന്നെ കൂട്ടത്തിലുള്ളൊരു വേറെ സ്റ്റുഡൻറ്റിന് അയച്ച മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനവിടെ വെക്കുന്നുണ്ട്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്റ്റാഫ് അടക്കമുള്ളവർ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ, കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലയിൻറ്റ് നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഐഡിയ ഇല്ലടേ. സാധനം എന്താണെങ്കിലും നിങ്ങളെ അറിവിൽ അവിടെ കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെ അന്ന് സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ടാണ് ഈ ചെക്കനെ കുറേ ഹരാസ് ചെയ്തത്. അന്നാണ് ഈ ചെക്കൻ ഇതിൽ തിരിച്ച് പറഞ്ഞത്. അന്ന് തന്നെ സ്റ്റാഫിലെ വേറെ കുറച്ച് ആളുകളൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കംപ്ലയിൻ്റ് ആയത്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ
നമ്മളെന്താ പറയാ? അതിലൊന്നുമില്ല. മാഡത്തിൻ്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിൻ്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എൻ്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡത്തിൻ്റെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിൻ്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിൻ്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിൻ്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റൻ്റായിട്ട് അടയ്ക്കണം. ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിൻ്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് അന്ന് നിതിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അതിന്റെ ചേംബറിൽ വെച്ചിട്ട് പരാതി പോയിരിക്കുന്നത് അന്ന് കുട്ടിയുടെ മരണത്തിന് ശേഷം രാത്രിയാണ് പരാതി രജിസ്റ്റർ ചെയ്തത്. സാറേ, ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഒന്ന് വ്യക്തതയ്ക്ക്. സാറിന്റെ ചേംബറിലായിരുന്നല്ലോ അധ്യാപികയും നിതിൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് നിതിൻ ഈ കാര്യങ്ങളോടൊക്കെ റിയാക്ട് ചെയ്തത്? നിതിൻ ആദ്യം ഞാൻ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിൻ്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി, നാച്ചുറലി. മാഡം പഠിപ്പിക്കുന്നതാണ്, നല്ല ക്ലാസ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ ഇതാണ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ. അടുത്ത ബന്ധമായിരുന്നു അത് എനിക്കറിയില്ല, കാരണം നമ്മുടെ കോളേജല്ല, അത് മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിൽ മെഡിക്കലും ഡെന്റലും ഉൾപ്പെടുന്നതാണ്. നിതിൻ അങ്ങനെയല്ല, നിതിൻ അത് ചെയ്ത് അത് അവസാനം എനിക്ക് തോന്നുന്നു നിതിനും തോന്നി. ഡെഫിനറ്റ്ലി അത് മാഡം ഇത്രയും പ്രൂഫ് കാണിക്കുന്നു. ഇതിൻ്റെ ഫോട്ടോയും സാധനവും എല്ലാം മൊബൈലിലുണ്ട്. മാഡത്തിൻ്റെ മൊബൈലില്ല. ഓക്കെ, പിന്നെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാഡത്തിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോ മെസ്സേജ് ഫുൾ OTP അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ സമയത്ത് വിളിച്ചിരുന്നോ? അവിടെ വെച്ചിട്ട് ചേംബറിൽ വെച്ചും സംസാരിച്ചു. അപ്പോൾ അവർ മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്. ഇപ്പോൾ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇല്ല. ഞങ്ങൾ ചേംബറിൽ ഉണ്ടായിരുന്നത് ഈ മാഡം, പിന്നെ മറ്റൊരു മാഡം ഉണ്ടായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ സംഗീത മാഡം അല്ല. ഈ റാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആ 10-ാം തീയതി അതിന് മുൻപ് എനിക്കൊരു ഇതിലും പറഞ്ഞിട്ടില്ല. നമ്മൾ നോർമലി ഇപ്പൊ എന്ത് വന്നാലും അങ്ങനെ ഇത് വന്നാലും അത് രജിസ്റ്റർ ചെയ്യും. അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്, വിളിച്ച് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വിനോദ് അന്ന് ചേംബറിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നമുക്ക് ചേംബറിൽ നിന്ന് മാറി വരാം. എന്താണെങ്കിലും ചേംബറിൽ ഈ ചെക്കനെ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ പ്രിൻസിപ്പളിനെ അവിടെ കൊണ്ടുപോയി അവിടുന്ന് ഈ ചെക്കനെ ചോദ്യം ചെയ്ത് ഇൻട്രഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു വകുപ്പ് നിങ്ങൾക്കില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ല. അവിടെ വരിക, കാര്യങ്ങൾ ചോദിക്കുക, വീട്ടുകാരെ അറിയിക്കുക, ഒഴിവാക്കുക. ഓക്കെ, ചെക്കൻ ചെയ്ത് തെറ്റാണ്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ടീച്ചറെ പെർമിഷൻ ഇല്ലാതെ ടീച്ചറുടെ നമ്പർ കൊടുത്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് തെറ്റാണ്. ഓക്കെ, തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഫാമിലീനെ അറിയിക്കുക, അവിടുന്ന് അത് ബാക്കി കാര്യങ്ങൾ പോലീസ് കേസ് എന്താ ചെയ്യും കൊടുത്ത് ഒഴിവാക്കണം. അല്ലാതെ അവനൊരു മെൻ്റൽ ട്രോമയിൽ കൊണ്ടുപോയിട്ട് അവനെ അവിടുന്ന് ചാടുന്ന രീതിയിൽ എത്തിക്കുകയല്ല വേണ്ടത്. ഫൈൻ. ഈ ലത എന്ന് പറഞ്ഞ മിസ്സിൻ്റെ കാര്യത്തിൽ ഈ നിതിൻ ഓക്കെ ചാടി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടന്ന് ആ ടൈമിൽ ലതാ മിസ് കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്ത് നിൽക്കുന്ന നിതിൻ്റെ സഹപാഠികളോട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അതായത് എൻ്റെ പേരിൽ ഇവനൊരു ലോൺ എടുത്തു, നിങ്ങൾ കണ്ടില്ലേ ഫോണിൽ ഇതാ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചോ? നിങ്ങളുടെ ബഡ്ഡി, നിങ്ങളെന്നെ ബഡ്ഡി എന്ന് വിളിക്കുന്ന എൻ്റെ ബഡ്ഡി നിതിൻ എന്നോട് നിങ്ങൾ ചെയ്തത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിലൊരു കൺവിൻസിങ് സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു അതൊരു എന്തോ പശ്ചാത്താപം പോലെ ചെയ്തതാണോ? അതോ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നുള്ളത് ആ കുട്ടികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ലതാ മാഡം ചെയ്തതാണോ? അങ്ങനെയാണെങ്കിൽ ആ ചേംബറിനകത്ത് എന്താ നടന്നതെന്നുള്ളത് ലതാ മാഡം പുറത്ത് വന്ന് പറയേണ്ടി വരും. പുറത്ത് വന്ന ഓഡിയോയിൽ പറയുന്നത് ഈ സ്റ്റാഫ് റൂം ഒരു പീഡന കേന്ദ്രമായിട്ടാണ്. ഒരു പുറത്ത് വന്ന ഓഡിയോ സാർ അത് കേട്ടിട്ടുണ്ടാവും. കേട്ടു. പറയുന്നത് സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരു പീഡനം നടക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ ഇല്ല, അങ്ങനെ സൂചനകളൊന്നും എനിക്ക് വന്നിട്ടില്ല. കുടുംബം പറയുന്നത് ഇത്തരത്തിൽ അധ്യാപികയുടെ നമ്പറിലേക്കാണ് ഇത്തരം സന്ദേശങ്ങൾ വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? കുടുംബത്തെ ഇത്തരം ഒരു കാര്യവും കോളേജിൽ അറിയിച്ചില്ല എന്നുള്ള കാര്യമാണ്. അല്ല, കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. ഈ ഇൻസിഡൻസ് നടന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് മുമ്പ് ഫോൺ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിൻ്റെ നമ്പേഴ്സും എല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതെ, ഫോൺ ഏൽപ്പിച്ചിട്ടാണ്. പിടിച്ചു വെച്ചതൊന്നുമല്ല. പുള്ളി അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് ഫോണോടെ വെച്ചു. നാച്ചുറലി ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ഇത് ക്വസ്റ്റ്യൻ ഫോൺ എടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പുള്ളി കുറച്ചു നേരം പുറത്ത് ഉണ്ടായിരുന്നു. പിടിച്ചൊന്നും വാങ്ങിയതല്ല. പുള്ളി കുറച്ചു നേരം പുറത്ത് നിന്നിട്ടതിന് ശേഷമാണ് പോയത്. പുറത്തും കുറച്ചു നേരം നിന്നതിന് ശേഷമാണ്. കരഞ്ഞാണോ കുട്ടി ഇറങ്ങിയത്? എങ്ങനെയാണ്?
അങ്ങനെയല്ല മാഡം അവിടെ ഇരുന്ന് സംസാരത്തിന് ശേഷം പ്രശ്നം അല്ല സംസാരം പുള്ളി പറഞ്ഞില്ല ഞാൻ ലോൺ അടയ്ക്കും, കാരണം എല്ലാവരും നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ പേരിലാണ്. അപ്പോഴും ഈ പേര് വരുന്നപ്പം ലത അങ്ങനെ ഒരു ഇതാണ്. സ്കൂട്ടായി വിനോദ് മോനി ഓടി. ഓക്കെ, അപ്പോൾ ഞാൻ എഗെയിൻ പറയുന്നു, ലോൺ ആപ്പിൻ്റെത് ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളറിയാതെ നമ്മളെ പേരിൽ ആരെങ്കിലും പോയിട്ട് ലോൺ ആപ്പിൽ നമ്മുടെ എന്താ പറയുക അവരുടെ ഒരു പ്രൈമറി കോണ്ടാക്റ്റിനോ സെക്കൻഡറി കോണ്ടാക്റ്റിനോ അല്ലെങ്കിൽ അടുത്തൊരു കോണ്ടാക്ട് നമ്പറായിട്ട് നമ്മളെ അറിയാതെ നമ്മളെ പേര് വെച്ച് നമ്മളെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നൊരു ഹരാസ്മെൻറ്റിൻ്റെ അളവ് എത്രത്തോളം എന്നുള്ളത് ലോൺ ആപ്പ് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാം. ഓക്കെ, അതിൻ്റേതായിട്ടുള്ളൊരു വിഷയം ഈ പറഞ്ഞ ബഡ്ഡി ലതാ മിസ്സിനുണ്ടാവും. അതിൻ്റേതായിട്ടുള്ള അഗ്രഷൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം എവിടെ സംഭവിക്കും, നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എപ്പോഴാണ് വരിക, നമ്മളോട് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകൾ നമ്മളെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നമ്മൾക്കെതിരെ കേസ് കൊടുക്കുക. ശരി, നമ്മൾ വന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ബട്ട് സ്റ്റിൽ നമ്മളെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്ന്, അതായത് നമ്മളേറ്റവും നിങ്ങൾ ഒരു കോളേജിൽ ഒരു ടീച്ചറും ഒരു കുട്ടിയും ബഡ്ഡി റിലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ബഡ്ഡി റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരു ടീച്ചർ ഒരു കുട്ടിയെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് അതവൻ അത്രയും ഹേർട്ടായി, ആ സിനാരിയോ ഒക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഡൗട്ട് എപ്പോഴും ഹുക്ക് ചെയ്തിരിക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, അതായത് ഇവൻ ചാടി എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റും ആ നിലത്തിൻ്റെ ഒരവസ്ഥ, വീണ് കിടന്ന നിലത്തിൻ്റെ ഒരവസ്ഥ, ബ്ലഡ് സ്റ്റെയിൻ ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു ഹൈറ്റ് തന്നെ, ആ ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞ് ഒരാൾക്ക് ഇങ്ങനെ പറ്റുമോ എന്നുള്ളൊരവസ്ഥ. ഓക്കെ, മേ ബി ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫ്രാക്ചേഴ്സ് വരാം, ദാറ്റ് ഈസ് ദെയർ. ബട്ട് സ്റ്റിൽ ആ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകുന്നു, അവിടെ മണിക്കൂറുകളോളം വെക്കുന്നു, ബ്ലഡിന് ചോദിക്കുന്നു, കുട്ടികൾ ബ്ലഡിന് വേണ്ടി ഓടുന്നു, പിന്നെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്ത് ബ്ലഡ് കൊടുക്കുന്നു, CPR കൊടുത്തു, ബ്ലഡ് കൊടുത്തു, കഴിഞ്ഞു. കാലും എന്തൊക്കെയോ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു, അത് കെട്ടിപ്പൂട്ടി വയ്ക്കുന്നു. വേറെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ കുട്ടികൾക്കുണ്ട്, ഇവൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. അതൊക്കെ കോളേജ് അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഈ മാനേജ്മെൻറ്റ് ആരാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ്? ഹൂ ഓൺസ് ഇറ്റ്? ഈ ട്രസ്റ്റ് ഏതാ? വർഷാവർഷങ്ങളായിട്ട് കുറേ അലിഗേഷൻസ് ഈ ഒരു സെറ്റപ്പിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ടും ദേ ആർ സർവൈവിങ്, ദേ ആർ ത്രൈവിങ്, വളരുകയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത്. സോ ഹൂ ഫണ്ട്സ് ഇറ്റ്? ഈ ഫണ്ട് എങ്ങോട്ട് പോകുന്നു? ഇത് ട്രസ്റ്റിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദിസ് ട്രസ്റ്റ്? അന്വേഷിക്കണ്ടേ?